ആഹാ, മഴ നല്ലൊരു ലക്ഷണമാണ്. പക്ഷേ അളവ് കുറച്ച് കൂടിയാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന ഒരു പ്രതിഭാസം കൂടിയാണ്. പോകുന്ന വഴി ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 4-4:30 കൂടി നമ്മൾ ചോറ്റാനിക്കര എത്തി. പാർക്കിങ്ങിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ക്യൂ നിൽക്കേണ്ടി വരുമെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ചോറ്റാനിക്കരയിലേക്ക് നടന്നു. ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് അവിടെ ചെന്നപ്പോൾ തന്നെ മനസ്സിലായി. ഫോൺ എടുത്ത് അകത്ത് വെച്ചു. സെക്കൻഡ് ടൈം പോയത് കുറേ കാലം മുമ്പ് ഞാനൊരു ആർട്ടിക്കിളിലും മറ്റുമൊക്കെ വായിച്ചിട്ടുണ്ട് തിരുവൈരാണികുളം ക്ഷേത്രത്തെ പറ്റി. മനോരമയുടെ മറ്റോ ആണെന്ന് തോന്നുന്നു. അന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലൊന്ന് പോകണമെന്ന്. പക്ഷേ അന്നൊന്നും അത് സംഭവിച്ചില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന സമയത്ത് ഒന്നും നടക്കാറില്ല. അതിന് ശേഷമായിരിക്കും എങ്ങനെയൊക്കെയോ അത് സംഭവിക്കും. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞാൻ അതൊക്കെ ആലോചിച്ചു. അന്ന് ആഗ്രഹിച്ച കാര്യങ്ങളും പോകാൻ പറ്റാഞ്ഞതും ഒക്കെ. അതിനുശേഷം പാർവതി ദേവിയെ കാണണമല്ലോ. 12 ദിവസം മാത്രം നട തുറക്കുന്നത് കൊണ്ട് ഈ ടൈം ഇവിടെ നല്ല തിരക്കായിരിക്കും. രാവിലെ ആയിരിക്കും കൂടുതൽ തിരക്കെന്ന് കരുതിയാൽ തെറ്റ്. എല്ലാ സമയത്തും ഇവിടെ തിരക്കുണ്ടെന്ന് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. ഞാനൊക്കെ നല്ല മുൻധാരണയിലാ പോയത്. വൈകുന്നേരം ആയതുകൊണ്ട് അധികം തിരക്ക് കാര്യങ്ങളൊന്നും കാണില്ല. വെറുതെ അവിടെ ചെന്നപ്പോൾ നല്ല ക്യൂ ആയിരുന്നു. അതേപോലെ നമ്മൾ പാർവതി ദേവി കാണുന്നതിന് മുമ്പ് അവിടെ പോയി തൊഴണമെങ്കിൽ ആദ്യം പാസ് എടുക്കണം. അതിനുശേഷം നല്ലൊരു ക്യൂ ഉണ്ട്. അവിടെ നിന്ന് ക്യൂവിൽ നിന്നതിന് ശേഷം മാത്രമേ നമുക്ക് മഹാദേവനെയും പാർവതി ദേവിയും ഒക്കെ സമാധാനമായിട്ട് തൊഴാൻ പറ്റും. അപ്പോൾ ക്യൂവിൽ നിന്നപ്പോൾ ഒരു പ്രത്യേക വിഷയം എന്ന് വെച്ചാൽ നമ്മൾ നീങ്ങണ്ട, അവർ നമ്മളെ ഉന്തി ഉന്തി നീക്കിക്കോളൂ എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ സമാധാനമായിട്ട് പ്രസാദമൊക്കെ വാങ്ങി തൊഴുത് തിരിച്ചു വന്നു. വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ നാളെ കാണാം.